നമസ്കാരം. തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് അജിത് കുമാർ. എന്നാൽ ഇന്ത്യൻ സിനിമയിലെ മറ്റാർക്കുമില്ലാത്ത ഒട്ടേറെ പ്രത്യേകതകൾ തല അജിത്തിനുണ്ട്. പൊതുവെ താൻ അഭിനയിച്ച ചിത്രങ്ങളുടെ പ്രൊമോഷൻ പരിപാടികളിലോ അല്ലെങ്കിൽ അഭിമുഖങ്ങളിലോ അവാർഡ് നിശയ്ക്കോ ഒന്നും തന്നെ ഈ ഒരു താരത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന്റെ പേരിൽ തന്നെ പ്രത്യേക ഒരു ഫാൻ ബേസും മര്യാദയും ഒക്കെ അജിത്തിന് കിട്ടാറുമുണ്ട്. എങ്കിലും തന്റെ പാഷനുകൾ നേടിയെടുക്കാനും അതിനായി സമയം കണ്ടെത്താനും അജിത്ത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ വേണ്ടിയും കൂടുതൽ യാത്രകൾ പോകാൻ വേണ്ടിയും സിനിമകളിൽ നിന്ന് വലിയ നീണ്ട ബ്രേക്കൊക്കെയാണ് താരം എടുക്കാറുള്ളത്. വർഷത്തിൽ ഒരു സിനിമ എന്ന തോതിൽ മാത്രമാണ് ഇപ്പോൾ അജിത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അടുത്തിടെ താരത്തിന്റെ കാർ റേസിംഗിനിടെ തകർന്ന് തരിപ്പണമായ സംഭവം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്നാൽ സാരമായ പരിക്കുകൾ ഒന്നും കൂടാതെ അജിത്ത് തിരിച്ചു വന്നതോടെ താരത്തിന്റെ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ആരംഭിച്ചത്. അജിത്ത് പലപ്പോഴും നരച്ച മുടിയോടുകൂടിയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് എങ്കിലും തന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ച ചെയ്യാറേയില്ല എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അടുത്തിടെ മാധ്യമപ്രവർത്തകനും സിനിമാ നിരൂപകനുമായ ബിസ്മിയാണ് അജിത് കുമാറിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും ശാരീരികമായ മാറ്റത്തെക്കുറിച്ചും മനസ്സ് തുറന്നത്. കേവലം ആഴ്ചകൾ കൊണ്ടാണ് ഈ സൂപ്പർ താരം 25 കിലോയോളം ഭാരം കുറച്ചു എന്നാണ് ഈ ഒരാള് പറയുന്നത്. ഇതിനായി അജിത്ത് പിന്തുടർന്ന ഡയറ്റ് പ്ലാനും ബിസ്മി തന്നെ പങ്കുവയ്ക്കുകയുണ്ടായി. കൃത്യമായ മെഡിക്കൽ ടീമിന്റെ മേൽനോട്ടത്തിൽ പ്രോട്ടീൻ പൗഡറും വൈറ്റമിനുകളും ചേർത്ത് അജിത്ത് 3 മാസത്തേക്ക് ചൂടുവെള്ളം മാത്രമാണ് കഴിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. തീവ്രമായ വ്യായാമമില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ ദ്രുതഗതിയിലുള്ള ശരീരഭാരത്തിലെ കുറവിന് കാരണം ഇതാണെന്നാണ് അവകാശപ്പെടുന്നത്. ഏതെങ്കിലും പുതിയ സിനിമയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ദുബായിലെ കാർ റേസിന് വേണ്ടിയാണ് അജിത് കുമാർ ഭാരം ഇത്തരത്തിൽ കുറച്ചത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 53-കാരനായ അജിത് കുമാറിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട മാറ്റം തന്നെയാണ് ഇത്. ഇതോടെ താരത്തിന്റെ ആരാധകർ പുതിയ രൂപത്തിൽ കാണാനുള്ള ആവേശത്തിൽ കൂടിയാണ്. സിനിമയിൽ നിന്ന് നീണ്ട ഇടവേള എടുത്തുവെങ്കിലും താരത്തിന്റെ 2 ചിത്രങ്ങളാണ് ഇനി ഇറങ്ങാനായിട്ടുള്ളത്. വിടാമുയർച്ചി, ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എന്നിവയാണ് റിലീസിന് തയ്യാറെടുത്തിരിക്കുന്നത്. വിടാമുയർച്ചിയുടെ റിലീസ് വൈകും എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. എന്നാൽ മറ്റൊരു ചിത്രമായ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി ഏപ്രിൽ 10-നാണ് റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും തങ്ങളുടെ പ്രിയപ്പെട്ട തലയെ അടുത്തൊന്നും വലിയ സിൽവർ സ്ക്രീനിൽ കണ്ടില്ലെങ്കിലും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം തന്നെ കാണാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ.